എറണാകുളം മൂഴിക്കുളത്ത് പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പിതൃസഹോദരന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിനും മറ്റും പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പ്രതിയെയും കുഞ്ഞിന്റെ അമ്മയെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്യും. ജിജീഷ് കരുണാകരൻ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇനിയും ഏറെ കാര്യങ്ങൾ ഈ പ്രതികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ കുട്ടിയെ എറിഞ്ഞു കൊന്നതിന് ശേഷം അമ്മയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ന് പലവട്ടം ചോദിച്ചിട്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ അക്കാര്യങ്ങൾ പറയാൻ അമ്മ തയ്യാറായിരുന്നില്ല. കൃത്യമായ ഒരു മറുപടി അവർ നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് പോസ്റ്റ്മോർട്ടം നടക്കുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന്, പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നതും തുടർന്ന് അതീവ രഹസ്യമായി തന്നെ അത്തരം കാര്യങ്ങൾ കുട്ടിയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന ഘട്ടം മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും പിന്നീട് സംശയം തോന്നിയ ബന്ധുക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നും പിതൃസഹോദരനെ അറസ്റ്റിലേക്ക് നയിക്കുകയെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ, ഇരുവരെയും ഒരുമിച്ചിരുത്തി അടക്കമുള്ള ഒരു ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പ്രതിക്കായി, കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ പ്രതിക്കായി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയ, പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മയെയും കസ്റ്റഡിയിൽ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞിരുന്ന മൊഴികളിൽ ഒന്ന് എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഇക്കാര്യം അറിയാമായിരുന്നു. കുട്ടി പീഡനത്തിന് ഇരയാകുന്നുണ്ട് എന്ന കാര്യം അമ്മയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. ആ ചില സൂചനകൾ കുട്ടി പറഞ്ഞതനുസരിച്ച് അമ്മ മനസ്സിലാക്കുകയും അതിന്റെ പേരിൽ തന്നോട് ദേഷ്യത്തോടെ കാര്യങ്ങൾ ചോദിക്കുകയും എല്ലാം ചെയ്തു എന്ന് ഒരു ഘട്ടത്തിൽ പ്രതി മൊഴി നൽകി. എന്നാൽ ഒരു ഘട്ടത്തിലും അമ്മ ഇക്കാര്യങ്ങൾ സമ്മതിച്ചിട്ടില്ല. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ തന്റെ അറിവിൽ ഇതൊന്നും പെട്ടിട്ടില്ല എന്ന കാര്യമാണ് അവർ മറുപടിയായി നൽകുകയും ചെയ്തിരുന്നത്. വലിയ ഒരു ഏകാന്തത അനുഭവിച്ചിരുന്നു എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. വീട്ടിലും കുടുംബത്തിലും എല്ലാം തന്നെ ഏകാന്തത അനുഭവിച്ചിരുന്നു. അത്തരം പ്രശ്നങ്ങളാണ് തന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് എന്നെല്ലാം പറയുമ്പോൾ അതാണ് മരണകാരണമെന്ന് വ്യക്തമാക്കാനുള്ള ഒരു ത്വരയാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ള അമ്മയിൽ നിന്നുണ്ടാകുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായത് അമ്മയ്ക്കും അറിയാമായിരുന്നോ, അവർ ഇത്രയും കാലം അത് മറച്ചു വെക്കുകയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി പ്രധാനമായും വ്യക്തത വരാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു നടപടിയിലേക്ക് കടക്കുന്നത്. ഇന്നലെ കുട്ടിയുടെ അമ്മയുമായുള്ള തെളിവെടുപ്പ് മൂഴിക്കുളത്ത് നടന്നിരുന്നു. കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞ കൊന്ന ഭാഗത്ത് അടക്കം എത്തിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, എങ്ങനെയാണ് കുട്ടിയെ വലിച്ചെറിഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരെ കൊണ്ട് വിശദീകരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ഘട്ടത്തിലും വലിയൊരു കുറ്റബോധം അവരുടെ ഭാവങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയായിരുന്നു ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഏറെ ദുരൂഹതകൾ ഈ കേസിന് ഉണ്ട് എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നു. ഇതിനെല്ലാം തന്നെ ഒരു കൃത്യമായ മറുപടി ലഭിക്കണമെങ്കിൽ 2 പ്രതികളെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൊലപാതക കേസിലെ പ്രതിയെയും ലൈംഗിക ചൂഷണ കേസിലെ പ്രതിയെയും വിശദമായി ചോദ്യം ചെയ്യണം. ചില ഘട്ടങ്ങളിൽ അവരെ ഒരുമിച്ചിരുത്തിയും വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അത്തരമൊരു നടപടികളുടെ ഭാഗമായ തുടർ നീക്കങ്ങളിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത്. ദേവിക, ശരി ജിജീഷ്, മറ്റൊരു കാര്യം കൂടി എത്തുമ്പോൾ ഈ കുട്ടിയുടെ അമ്മയെയും ഈ പ്രതിയെയും ഒരുമിച്ചിരുത്തിയായിരിക്കാം ഇനിയുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്നുകൂടി അറിയിക്കുന്നുണ്ടല്ലേ ഈ ഒരു ഘട്ടത്തിൽ? തീർച്ചയായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഈ മൊഴികളിലെ വൈരുദ്ധ്യം അത് പ്രത്യേകമായി തന്നെ തീർത്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഈ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. കാരണം ഒരു ഘട്ടത്തിലും താൻ കുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്, ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായും കുട്ടി ഇത്തരം കാര്യങ്ങൾ അമ്മയോടാണ് തുറന്ന് പറയേണ്ടത്. തനിക്കുണ്ടാവുന്ന ഏത് ശാരീരിക പ്രശ്നങ്ങളും അമ്മയുമായി നല്ല ബന്ധം നിലനിന്നിരുന്നു എങ്കിൽ ആ അമ്മയോട് കുട്ടി പറയുമായിരുന്നു എന്ന കാര്യം പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടി പറഞ്ഞിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയും അവർ കാണുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് മറച്ചു വെച്ചു? ഇയാളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നോ? മനഃപൂർവ്വം അത്തരം കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയായിരുന്നോ ചെയ്തിരുന്നത്? കുട്ടിയുടെ അച്ഛനോട് ഇക്കാര്യം എപ്പോഴെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടോ? സഹോദരനിൽ നിന്ന് ലൈംഗിക ചൂഷണം, പിതൃ സഹോദരനിൽ നിന്ന് ലൈംഗിക പീഡനം ഉണ്ടാകുന്നു കുട്ടിക്ക് എന്ന കാര്യം കുട്ടി തന്നെ
തന്നോട് പങ്കുവച്ചിരുന്നു എന്നും എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം അച്ഛനോട് ഏതെങ്കിലും ഘട്ടത്തിൽ കുട്ടി പറഞ്ഞിരുന്നു, അയാളും ഈ കാര്യങ്ങൾ മറച്ചു വെക്കുകയായിരുന്നോ ചെയ്തത് എന്നീ കാര്യങ്ങളിലാണ് പ്രധാനമായും വ്യക്തത വരേണ്ടത്. മാത്രമല്ല, ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ കുറ്റം സമ്മതിക്കുകയും മറ്റൊരു ഘട്ടത്തിൽ അത് നിഷേധിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ലൈംഗിക ചൂഷണ കേസിൽ, ലൈംഗിക പീഡന കേസിലെ പ്രതിയെ സംബന്ധിച്ചിടത്തോളം വിശദമായി ചോദ്യം ചെയ്തുകൊണ്ട് മറ്റു ചില വിവരങ്ങൾ കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. മറ്റ് കുട്ടികളെ ഇത്തരത്തിൽ ലൈംഗിക പീഡനങ്ങൾക്ക്, ചൂഷണങ്ങൾക്ക് ഇരയാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണം. കൊച്ചു കുട്ടികളോട് പ്രത്യേകമായി തന്നെ അമിത വാത്സല്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു സ്വഭാവമായിരുന്നു പ്രതിക്കെന്നാണ് പിന്നീട് ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു വഴിത്തിരിവ് തന്നെയാണ് ഈ കേസിൽ ഉണ്ടായത്. അമ്മയുടെ വെളിപ്പെടുത്തൽ കൂടി വന്നപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ കൂടി വളരെ നിർണായകമാണ്.